ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഹൈറിച്ചിൻ്റെ സൈറ്റിൽ എങ്ങനെ ലോഗിൻ ചെയ്തിട്ട് കയറാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതും. നമ്മുടെ ഹൈറിച്ച് പറയുന്നത് ഇപ്പോൾ ഒരു വെബ്സൈറ്റാണ്, ആപ്ലിക്കേഷൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെബ്സൈറ്റിനെ എങ്ങനെ, ആ ടാബിനെ എങ്ങനെ നമുക്ക് ഹോം സ്ക്രീനിൽ കൊടുത്തിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിളിൽ എന്ത് ചെയ്യുക, ഹൈറിച്ച്.in അടിക്കുക. ഞാൻ എന്ത് ചെയ്യുക, ക്രോം എടുക്കുന്നു, എന്നിട്ട് URL hirich.in അടിക്കുക. അപ്പോൾ ഇങ്ങനെ വരിക, ഒരു സൈറ്റിൽ ഇങ്ങനെ കാണിക്കും. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന ഒരു വ്യക്തിയോട് ആദ്യം ചോദിക്കുക പിൻകോഡ് എൻ്റർ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ പിൻകോഡ് വെയർ ഹൗസ് ഉണ്ടെങ്കിൽ അവിടെ സാധനങ്ങൾ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും വെയർ ഹൗസ് ഉള്ള സ്ഥലത്ത് പിൻകോഡ് അടിച്ചാൽ മതി. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇത് കാണാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ലോഗിൻ ചെയ്യുക. മുകളിൽ കാണാം, ഞാൻ ഈ മാർക്ക് ചെയ്ത അവിടെ ലോഗിൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ അടിക്കുക. ഞാൻ ഓൾറെഡി സേവ് ചെയ്ത കാരണമാണ് ഇങ്ങനെ വന്നത്. ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഇത് ഫഹദ് നസീം എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ടാണ്. അപ്പോൾ അവരുടെ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം എങ്ങനെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ പാസ്വേഡ് ആദ്യം തന്നെ ചേഞ്ച് ചെയ്യുക. അതിന് മുകളിലുള്ള മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടിയിലുണ്ടാവും ചേഞ്ച് പാസ്വേഡ്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ ഫസ്റ്റ് നമുക്ക് ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുള്ള പാസ്വേഡ് ഇവിടെ അടിക്കുക. കറൻറ്റ് പാസ്വേഡ് ഇതിൻ്റെ അടുത്ത്, ന്യൂ പാസ്വേഡ് ഇതിൻ്റെ അടുത്ത് നിങ്ങൾ പുതുതായി നൽകുന്ന പാസ്വേഡ് അവിടെ അടിക്കുക. അടിയിൽ കൺഫേം, അതൊന്നുകൂടി അടിച്ചിട്ട് കൺഫേം ചെയ്യുക. അപ്പോൾ പാസ്വേഡ് എങ്ങനെ ഏതൊക്കെ തരത്തിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൊടുക്കുക. പിന്നെ അടുത്തായി നോക്കാൻ പോകുന്നത്, എന്നിട്ട് സേവ് കൊടുത്താൽ പാസ്വേഡ് സേവ് ആവും. എന്നിട്ട് അടിയിൽ ഒരു സേവും കൂടി വരും, അതായത് ക്രോമിൽ സേവ് ചെയ്യണോ ചോദിച്ചിട്ട്. അപ്പോൾ സേവ് കൊടുക്കുക. അതാകുമ്പോൾ പിന്നെ എപ്പോഴും അടിച്ച് കൊടുക്കണ്ട. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്, എങ്ങനെ ഈ ഹൈറിച്ച് എന്നുള്ള വെബ്സൈറ്റിനെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ രൂപത്തിൽ, ആപ്ലിക്കേഷനല്ല, നമുക്കൊന്നുകൂടി സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോം സ്ക്രീനിൽ അതിനെ കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ ഡാഷ്ബോർഡിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ക്രോമിൻ്റെ മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ മുകളിൽ വലത്തുഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്ത് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ താഴത്തുണ്ടാവും ആഡ് ടു ഹോം സ്ക്രീൻ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് പേരിലാണ് അവിടെ വരേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഹൈറിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഹോം സ്ക്രീനിൽ. അതിൻ്റെ ഐക്കണ് സേവ് ചെയ്യേണ്ട വലുപ്പമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആഡ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഹോം സ്ക്രീനിൽ അത് സേവ് ആവും. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ അത് വന്നു. അപ്പോൾ നമുക്ക് ഇനി യൂസ് ചെയ്യണമെങ്കിൽ, അവിടെ സൈറ്റ് കയറണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഡയറക്റ്റ് ഇവിടെ വരും. പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ വരും. പിന്നെ ഇവിടുന്ന് നമ്മൾ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ കൊടുക്കുക. അതെങ്ങനെയാണെന്നുള്ളതും KYC സെറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ